സഞ്ജു തെറ്റാവർത്തിച്ചെന്ന് പറയാമെങ്കിലും ഇന്ന് അത്ര സിമ്പിളായിട്ടത് പറയാൻ പറ്റില്ല. കാരണം ആർച്ചറിൻ്റെ ഒരു ഷോർട്ട് ബോൾ അറ്റാക്ക്, ബോഡി ലൈനിലേക്ക് വരുന്ന ഷോർട്ട് ബോൾ അറ്റാക്കിനെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടി ഇന്ന് ചെയ്തായിരുന്നു. ലെഗ് സൈഡിലേക്ക് നീങ്ങിയിട്ട് ജസ്റ്റ് ഡീപ്പായിട്ട് നിൽക്കുക, ലെഗ് സൈഡിൽ കുറച്ചുകൂടെ റൂം ഉണ്ടാക്കുക, കളിക്കുക. അങ്ങനെയാണ് ആ 2 6 അടിച്ചത്. പിന്നെ ആ റിതം തെറ്റിയത് കൊണ്ടാണ് ലൈൻ മാറിയത് ആർച്ചറിൻ്റെ. ആർച്ചർ വിചാരിച്ച് വീണ്ടും ഓഫ് സൈഡിലേക്ക് മാറും എന്ന് വിചാരിച്ച് സഞ്ജു അവിടെ തന്നെ നിന്ന് അങ്ങനെ ഓഫ് സൈഡ് റൂം കിട്ടി, കട്ട് ചെയ്ത് 4 അടിച്ചു. അപ്പോൾ ആ തോട്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷേ പിന്നെ വീണ്ടും മാർക്ക് വുഡ് വന്നപ്പം മാർക്ക് വുഡിൻ്റെ ലൈൻ സെയിം ആയിരുന്നു. പക്ഷേ പന്ത് വിചാരിച്ചത്രയും റൈസ് ചെയ്തില്ല, വിചാരിച്ചത്രയും ബൗൺസ് ഉണ്ടായില്ല പന്തിന്. അങ്ങനെയാണ് ശരിക്കും നേരെ ആർച്ചറിൻ്റെ കയ്യിലേക്ക് പുൾ ഷോട്ട് പോകുന്നത്. അപ്പം ഒരു കാര്യം പറയാനുള്ളത്, അതായത് ഈ തന്ത്രത്തിനെ മറികടക്കാനുള്ള ചില പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അത്ര എഫക്റ്റീവ് ആകുന്നില്ല എന്നുള്ളതാണ്. ഐ മീൻ ശരിക്കും ഈ തന്ത്രത്തിനെ മറികടക്കാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ക്ഷമിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് പലരും പറയുന്നുണ്ട്. പക്ഷേ ടീം മാനേജ്മെൻറ്റിൻ്റെ ഒരു നിലപാടും സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലിയും എല്ലാം ശരിക്കും ഇങ്ങനെയാണ്. അതായത് പിടിച്ച് കളിക്കുക അല്ലെങ്കിൽ നിന്ന് കളിക്കുക, പതിയെ ഇന്നിങ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ള പരിപാടി നിലവിൽ T20 അങ്ങനെ ആവരുത് എന്നാണ് പലരും പറയുന്നത് പോലും. അപ്പോൾ ആ ഒരു രീതിയിൽ കളിക്കുമ്പം ഇങ്ങനെ ഫെയിലിയേഴ്സ് ഉണ്ടാവും. ഒരു 10 വിജയങ്ങളുണ്ടാകുമ്പം പിന്നെ ഒരു 10 പരാജയങ്ങളുണ്ടാവാൻ റെഡി ആയിട്ടിരിക്കണം. അത് പ്ലെയറും റെഡി ആവണം, മാനേജ്മെൻറ്റും റെഡി ആവണം. അപ്പോൾ ഇന്ന് ടോസിൽ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഗെയിമാണ് കളിക്കുന്നത്. ചിലപ്പോഴൊക്കെ വിജയിക്കും, ചിലപ്പോഴൊക്കെ പരാജയപ്പെടും. അപ്പോൾ അതിൽ ഒരുപാട് ക്രൂശിക്കേണ്ട കാര്യമില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ കൗണ്ടർ ചെയ്യാനുള്ള ചില പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എഫക്റ്റീവായിട്ട് ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളത് വീണ്ടും അത് അനലൈസ് ചെയ്ത് അത് സെറ്റാവുമായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ പ്രശ്നം അതല്ല. ഇതിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ജ് ടീമല്ല, ഇന്ത്യയുടെ ഒരു ടോട്ടൽ T20 ടീമല്ല ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പോൾ കുറേ സീരീസുകളായിട്ട് ഈ ടീമാണ് കളിക്കുന്നതെങ്കിലും ഇതല്ല ഇന്ത്യയുടെ ടീം. ഈ ടീമിലേക്ക് വന്ന് ചേരേണ്ട ഒരു പ്രധാനപ്പെട്ട ആൾ യശസ്വി ജയ്സ്വാളാണ്. അപ്പോൾ യശസ്വി ജയ്സ്വാൾ ടോപ്പ് ഓർഡറിലേക്ക് വരുമ്പോൾ, ഓപ്പണിങ്ങിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും അവിടെ നേരത്തെ വിചാരിച്ചിരുന്നത് ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് മിക്കവാറും അഭിഷേക് ശർമ്മ വഴിമാറി കൊടുക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് മിക്കവാറും സഞ്ജുവിൻ്റെ സ്ഥാനത്തേക്കായിരിക്കും ജയ്സ്വാൾ വരുന്നത്. കാരണം സഞ്ജു ഫോമിലല്ല, അഭിഷേക് ശർമ്മ നല്ല ഫോമിലാണ് താനും. ഈ കളി ഒരു സെഞ്ചുറിയൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മിക്കവാറും സഞ്ജു ജയ്സ്വാളിന് വഴിമാറി കൊടുത്തേക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിക്കറ്റ് കീപ്പറാണ്. വിക്കറ്റ് കീപ്പർ ചിലപ്പം ജുറേലിനെയോ അല്ലെങ്കിൽ വേറെ വിക്കറ്റ് കീപ്പർമാരൊന്നും നമുക്കില്ല. അപ്പം നമുക്ക് ഇയാളെ കളിപ്പിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋഷഭ് പന്ത് തന്നെ വീണ്ടും T20 സെറ്റപ്പിലേക്കൊക്കെ മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ വീണ്ടും പഴയ പാറ്റേണിലോട്ടുള്ള അല്ലെങ്കിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു പ്ലെയറിനെ വീണ്ടും തിരികെ കൊണ്ടുവരാൻ പോലും മാനേജ്മെൻറ്റിനെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഫെയിലിയേഴ്സാണ് ഇപ്പോൾ സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ള അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ പക്ഷേ ഒരു T20 പരമ്പര വരണമെങ്കിൽ കുറേ കഴിയണം. കാരണം ചാമ്പ്യൻസ് ട്രോഫി ഉണ്ട്, IPL ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാലേ ഇനി ഒരു T20 പരമ്പര വരുള്ളൂ. അന്നേരം മിക്കവാറും സീനിയേഴ്സ് പലരും വിശ്രമത്തിലായിരിക്കും. അപ്പോൾ വീണ്ടും സഞ്ജുവിന് ചിലപ്പോൾ അവസരം കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടില്ലായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഷുവറാണ്, ഈ സഞ്ജുവിൻ്റെ ഈ പെർഫോമൻസ്, ഇംഗ്ലണ്ട് സീരീസിലെ ഈ പ്രകടനം ഒരു പക്ഷേ ഇപ്പോൾ സഞ്ജുവിന് മാത്രമല്ല ഇന്ത്യൻ ടീമിൻ്റെയും ടെംപ്ലേറ്റ്, വിക്കറ്റ് കീപ്പർ എന്നുള്ള ആ സ്ലോട്ടിലുള്ള ടെംപ്ലേറ്റ് മാറാൻ ചിലപ്പോൾ കാരണമായേക്കാം തോന്നുന്നത്. പിന്നെ ഗംഭീർ ക്യാപ്റ്റൻ ഗംഭീർ കോച്ച് സൂര്യ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ചിലപ്പം സഞ്ജുവിന് ഇനി അവസരങ്ങൾ കൊടുത്തേക്കാനും സാധ്യതയുണ്ട്. എന്തായാലും സഞ്ജു അതിനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം.